രാജ്യത്തെ നടുക്കി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ അഗ്നിഗോളമായി. അപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 241 പേർ മരിച്ചു. വിമാനം ഇടിച്ചിറങ്ങിയ അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ ഭാഗികമായി തകർന്ന് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നുച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ദൃശ്യങ്ങൾ. നിമിഷങ്ങൾക്കുള്ളിൽ മരച്ചില്ലകൾക്കും കെട്ടിടത്തിനു മുകളിൽ വെച്ച് വിമാനം തകരുന്ന കാഴ്ച. ഒരു തീഗോളം പോലെ. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് മുകളിൽ വീണത്. 1:38 എയർ ട്രാഫിക് കൺട്രോളർക്ക് വിമാനത്തിൽ നിന്ന് അപായ സൂചന ലഭിച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ദുരന്തം. ആകെ 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 230 യാത്രക്കാരും പൈലറ്റുമാരും ഉൾപ്പെടെ 12 വിമാന ജീവനക്കാരും. യാത്രക്കാരിൽ 169 പേർ ഇന്ത്യക്കാരാണ്. 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗൽ പൗരന്മാരും 1 കനേഡിയൻ പൗരനും. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി ഈ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു. ലണ്ടനിലേക്ക് പുറപ്പെടുന്ന വിമാനമായതിനാൽ ഇന്ധന ടാങ്ക് നിറഞ്ഞ നിലയിലായിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ദുരന്തത്തിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. എന്നാൽ രക്ഷാദൌത്യ ശ്രമങ്ങളെയും നിസ്സഹായമാക്കിയ മഹാദുരന്തം. 24 മുംബൈ.